ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈമില്ല, ജോലി, വീട്, രാത്രിയാണ് വരുന്നത്. അപ്പോൾ വിചാരിച്ചു ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇടാന്ന്. കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ടൊന്നും അല്ല, ഫുള്ള് സെറ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. ഇപ്പം ഞാൻ ഫീസറിൽ നിന്ന് എടുത്ത് താഴോട്ട് വെച്ചായിരുന്നു. രാവിലെ ബീഫൊക്കെ മേടിച്ചോണ്ട് വെച്ചു. എത്രയൊക്കെ മേടിച്ചാ? 2 കിലോയൊക്കെയാണ് മേടിച്ചത്. ഇന്ന് നമുക്ക് ഫുൾ എടുക്കണോ? കുറച്ചെടുക്കാം. ഇന്ന് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇക്കായാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഫസ്റ്റ് ഇത് തന്നെ നല്ല ഐസായിട്ടിരിക്കുന്നു. രാവിലെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം. നെയ്യൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അങ്ങനെ ഗൈസ്, നമ്മൾ ഇത്രയും നേരം ഇരുന്ന് കൊച്ചുള്ളി, ഉള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇരുന്ന് കട്ട് ചെയ്യുകയാണ്. അവിടെ ഒരാളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം അതെല്ലാം സെറ്റ് ചെയ്തെടുത്തു നമ്മൾ. അപ്പം നമ്മൾ പരിപാടി തുടങ്ങാറായി ഏകദേശം. അങ്ങനെ ഒരാൾ തകൃതിയായിട്ട് ഇവിടെ സവാള കുനുകുന അരിയുകയാണ് ഗൈസ്. ഒക്കെ നോട്ട്. ഓ, ഇക്ക ക്യാമറ വെച്ച് പിച്ചാത്തിച്ച് വെട്ടരുത്. അണ്ടേ എന്തൊക്കെ അരിയലാണ്. നമ്മൾ പലതരത്തിലുള്ള മോഡൽസാണ് ഇക്കച്ചിയുടെ. ഇക്ക അവിടെ തകൃതിയായിട്ട് ബീഫ് കഴുകി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഇത് സെറ്റാക്കി. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇത് ഇത്രയും കൂടെ ഞാൻ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇക്ക അവിടെ സൂപ്പറായിട്ട് ബീഫ് സെറ്റാക്കി കഴുകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇക്ക ബീഫൊക്കെ കഴുകി സെറ്റാക്കിയ? എങ്ങനെയുണ്ട് കുക്കിങ് ചെയ്തപ്പം? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. ആ സൂപ്പറിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഇത്രയും കൂടെ ജാറിലിട്ട് അരച്ചൊന്ന് സെറ്റാക്കട്ടെ. പരിപാടി അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ഫസ്റ്റ് നമ്മൾ ബീഫ് കുട്ടന്മാരെ ഇവിടെ കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിതാ കുക്കറിലാണ് വെക്കുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ടൈമില്ല. അപ്പോൾ ഇതിലോട്ട് നമ്മൾ സെറ്റാക്കി ഇടുകയാണ്. രാത്രി ആയതുകൊണ്ട് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. ബീഫൊക്കെ എപ്പോഴും അടുപ്പിൽ വയ്ക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെറ്റാക്കുകയാണ്. എല്ലാം കൊണ്ട് സെറ്റാണ്. എന്നിട്ട് നമ്മൾ എന്താണ് ഇക്കാ ചെയ്യാൻ പോകുന്നത്? ഇക്ക പറ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടിയാണ്. 1 കരണ്ടി നമുക്ക് ഇടാം, കുഴപ്പമില്ല. നമ്മളെ മഞ്ഞപ്പൊടി ഓക്കെ മതി. ഇനി നല്ലോണം മഞ്ഞപ്പൊടി ഉപ്പും കൂടെ പിടിക്കാനുള്ള പരിപാടി. ഓക്കെ. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചാൽ കുക്കർ തെറിച്ച് അത്രയും കുളമാകത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചോ? ഓക്കെ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് സെറ്റാക്കി എടുക്കാം. എത്ര ഫിസിൽ? ഒരു 4 ഫിസിൽ നമുക്ക് കേൾപ്പിക്കാം. കാരണം നല്ല മുറ്റുള്ള ഇറച്ചിയൊന്നുമല്ല. ഒരു 4 ഫിസിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. അടച്ച് സെറ്റാക്കി ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിലാകുമ്പോൾ വലിയ അടുപ്പാണ്, നമുക്കൊക്കെ സംഭവം സെറ്റായി കിട്ടും. ഇനി നമുക്ക് മസാല പ്രിപ്പറേഷൻ ചെയ്താലോ? കൊടുകൈ. പാത്രമൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഗൈസ് ഓർത്തത് കരിയേപ്പലയില്ല. ഇക്ക അവിടെ കരിയേപ്പല അടിച്ചിടുകയാണ്. ഞാൻ കാണിച്ചു തരാം. അതിസാഹസികമായി രാത്രി കരിയേപ്പലയൊക്കെ അടിച്ചിടുകയാണ്. ബീഫ് കഴിക്കാനുള്ള മോഹം കൊണ്ട് എന്ത് നമ്മൾ ചെയ്യുമല്ലോ. സെറ്റാ ഇക്ക. 2 ഇതുമെല്ലാം പറിച്ചാൽ മതി. നല്ല ഹൈറ്റാണ് നമ്മളെ കരിയേപ്പല മരം. 2 ഇത് കിട്ടിയാലും മതി. അങ്ങനെ അടിച്ചിടൽ. നല്ല നാടൻ വെളിച്ചെണ്ണ. ഓക്കെ. ഉലുവ ഇടുകയാണ്. കിട്ടോ? അടുത്തതായി സവാള ഇടുകയാണ്. അപ്പോൾ നമ്മളൊരു 4 സവാളയാണ് എടുത്തേക്കുന്ന. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കും. ടിങ് ഇളക്കി കൊടുക്കാം. ഓ ശരിയെന്നാ.
കരിവേപ്പില ഇട്ട് കൊടുത്തു. വലിയ കരിവേപ്പിലയാണ്, നമ്മളെ വീട്ടിൽ തന്നെ. സെറ്റായിട്ട് വരട്ടെ. കരിവേപ്പില ഇട്ട ആൾ ഇതായിരിക്കുന്നു. ഓക്കെ, ബാക്കിയും കൂടെ ഇട്ടോ. ബാക്കി കാണാൻ എല്ലാം സെറ്റാണ്. സവാള വാടി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അടുത്ത മസാല ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാൻ സമയമായി വരുന്നേ ഉള്ളൂ. അത് വാടി കിട്ടിയാൽ വാടി. ഓക്കെ, ഇനി നമുക്കിടാം. നമുക്കിടാൻ പരിപാടിയാണ്. നോക്കിയോ, പതുക്കെ ഇട്ടാൽ മതി. കൊച്ചുള്ളി ഇട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് വേണം നമ്മളെ നെക്സ്റ്റ് മസാല. ഇക്കാടെ സ്പെഷ്യൽ മസാലയാണ് ഇപ്പോൾ ഇന്ന് ഇടുന്നതെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കാണാം ഗൈസ്. അതായത് നമ്മൾ തക്കാളി ഇടാൻ പോകുന്നത് ഗൈസ്. എത്ര തക്കാളി? ഒരു തക്കാളി ഇടാവും. പുളിപ്പ് കൂടിപ്പോവും. മധുരവും ഇതായിരിക്കും. അത് ഒരേ ഒരു തക്കാളി ഇടാവും. അപ്പോൾ ബാക്കി ചേരുവകൾ നമുക്ക് ചേർക്കാം. അത് നോക്കാം. 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലി, കുരുമുളക് പൊടി ശർക്കര എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കുക. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ശർക്കര. ഓക്കെ, നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. കുക്കിംഗ് ചെയ്തൊരാൾ തളർന്നടേ. എങ്ങനുണ്ട്? ഒരു ദിവസം കയറിയപ്പോ ബുദ്ധിമുട്ട് അറിയുന്ന വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴ ഭാര്യനെ സഹായിക്കണം. ഞാൻ എപ്പോഴും പാചകം ചെയ്യുന്ന ആളാണ്, സമയമില്ലാത്ത ചെയ്യാത്ത. ഓക്കെ, കള്ളപ്പറ കൊണ്ട് കളഞ്ഞാൽ മതി. വെള്ളം കുടി. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ദോശമാവ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിത് ദോശയാണ് കഴിക്കാൻ വേണ്ടി. മാവെല്ലാം കലക്കി സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ദോശ ചുടണം. നെക്സ്റ്റ് പരിപാടി ദോശ ചുടൽ. അങ്ങനെ ഗൈസ് ദോശ ചുട്ടു. പിന്നെ ഇതിക്കാക്ക് കുഞ്ഞു ദോശ, എനിക്ക് നൈസ് വലിയ ദോശയാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് മസാല തേച്ച് വെച്ചേക്കാണ്. ബീഫിൻ്റെ കൂടെ രാത്രി 12 മണിക്ക് ഒരു പഴംപൊരി തിന്നാനൊരു മോഹം. അങ്ങനെ പഴംപൊരിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചേക്കാണ്. അത് സെറ്റാക്കണം. അപ്പോൾ നമ്മളെ ദോശക്കുട്ടൻ നമുക്ക് പെട്ടെന്നൊക്കെ സെറ്റാക്കി എടുക്കാം. കട ബീഫ് കറിയൊക്കെ ഒരുവിധം സെറ്റായി. നമ്മൾ അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കുകയാണ്. രാത്രി ഇപ്പം തന്നെ 12 മണിയാവാറായി. 11:30 മണിയൊക്കെ ആയെന്നോ മതി. അത്രയും നമ്മളെ ബീഫ് കുട്ടന്മാരൊക്കെ വെന്ത് സെറ്റായല്ലേക്കാ? സെറ്റായിട്ട് വെന്ത് ഒരു 6-7 വിസിൽ കേൾപ്പിച്ചല്ലേ. എല്ലും ഇറച്ചിയൊക്കെ ഉണ്ടോ സെപ്പറേറ്റ് ആയി വെന്ത്. വെള്ളം ഒഴിക്കുകയാണ്. ബാക്കി നമ്മൾ വേവിച്ച വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. നോക്കിയിട്ട് ഒഴിക്കുക. നമുക്ക് ആവശ്യത്തിന് വെച്ചാൽ ഇത് നമ്മൾ കറിയായിട്ടാണ് ഉണ്ടാകുന്നത്. റോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഇപ്പം കഴിക്കാൻ വേണ്ടി മാത്രം സെറ്റാക്കും. ഒഴിച്ചു വെക്കുക, വെള്ളം ഫുൾ ഒഴിച്ചു. ഓക്കെ, ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്ക് കറി സെറ്റാക്കി എടുക്കാം. അപ്പോൾ വിചാരിച്ചു ദോശ ചുട്ടു, ബീഫ് കറിയും സെറ്റായി, ബീഫ് റോസ്റ്റ് സെറ്റാക്കാൻ വേണ്ടി പോണ്. അപ്പോൾ വിചാരിച്ച് നമ്മൾ വൈറൽ വീഡിയോസിലായാലും കണ്ടിട്ടുണ്ട് ബീഫും പഴംപൊരിയും സെറ്റ് കോമ്പിനേഷനാണെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, 2 പഴം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും അടുത്ത് പറഞ്ഞാൽ നമുക്ക് പഴംപൊരിയും കൂടെ സെറ്റാക്കാമെന്ന്. അങ്ങനെ നമ്മൾ പഴംപൊരി സെറ്റാക്കുകയാണ്. നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗത്ത് പഴംപൊരി അവിടെ സെറ്റാവുന്നു, ഒരു ഭാഗത്ത് ബീഫ് സെറ്റാവുന്നു. ദോശ ആയിരിക്കുന്നു. ഇനി കട്ടൻ ചായ ഇടണം, ബീഫ് റോസ്റ്റും വെക്കണം. സിനിമയ്ക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്ത നമ്മളാണല്ലേക്കാ. പെട്ടെന്ന് നമ്മളാ പാചകത്തിലോട്ട് മാറി. നാളത്തേക്ക് ആ പ്ലാൻ മാറ്റി. പഴംപൊരി വെന്തിരിക്കുന്നു. പഴംപൊരി സെറ്റായി കച്ചി. ഇനി നമ്മൾ അടുത്ത പരിപാടി ബീഫ് റോസ്റ്റ്. ഇന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
കുറച്ച് റോസ്റ്റ് കണക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വേവിച്ചത് തന്നെയാണ്. അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് സെറ്റാക്കി കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടു. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ബീഫ് റോസ്റ്റ് സെറ്റായി അപ്പം നമുക്ക് കുറച്ച് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള നമുക്ക് കഴിക്കാൻ വേണ്ടി വെച്ചേക്കാം, അതവിടെ ഇരിക്കട്ടെ. ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കുറച്ച് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ നമ്മളെ ബീഫ് റോസ്റ്റ് 12 മണിയാണെങ്കിൽ എന്തല്ലേ നമ്മൾ ട്രിപ്പ് പോയെങ്കിലും സംഭവം സെറ്റാണ്. ഉമ്മ ഇല്ലാതായിപ്പോയി ആ ഒരു വശം കൊണ്ട്. ഉമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. ഉമ്മ അങ്ങ് തോടായിപ്പോയി. ലാസ്റ്റ് നമ്മൾ നാരങ്ങ നീരൂടെയൊക്കെ പുഴിഞ്ഞൊഴിക്കും. ഇതിപ്പോൾ ഇളക്കിക്കണ്ട സെറ്റാണ് ഗൈസ്. നമ്മുടെ ഇക്കച്ചിയുടെ കുക്കിംഗ് പൊളിയാണ്, വേറെ ലെവൽ. ഇനി ഇക്കാനെ എൻ്റെ കൂടെ കൂട്ടുന്നില്ല കുക്കിങ്ങിന്. അപ്പം നമ്മുടെ പാചകത്തിന് ശേഷം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നത്. 2 മണിക്കൂർ എടുത്ത് സെറ്റാക്കാൻ വേണ്ടി. നല്ല പഴംപൊരി ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ദോശയുണ്ട്, ബീഫ് കറി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത് പഴംപൊരിയും ബീഫുമാണ്. ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ട്രൈ ചെയ്യുന്നത്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കാണും, നോക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നല്ലോണം ബീഫൊക്കെ വെന്തിട്ടുണ്ട്. വിചാരിച്ചാക്കല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഇക്കച്ചിയാണ് എനിക്ക് സെറ്റ് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇക്കാക്കൂടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് പറയാം. പഴംപൊരി എൻ്റെതും ബീഫ് ഇക്കച്ചിയുടെ. ബീഫ് റോസ്റ്റും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇക്കച്ചി തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ അപ്പോൾ നമ്മളെ മറ്റൊരു വീഡിയോ ആണെന്നവരെല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.